നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരുപക്ഷേ എക്കാലത്തെയും ഏറ്റവും വലിയൊരു ഇതിഹാസ കഥയെക്കുറിച്ചാണ്. അത് മറ്റാരുടെയും കഥയല്ല, നമ്മുടേത്, മനുഷ്യരാശിയുടെ തന്നെ കഥയാണ്. പ്രപഞ്ചം തുടങ്ങിയ ആ നിമിഷം മുതൽ അങ്ങ് നക്ഷത്രങ്ങൾക്കിടയിലെ നമ്മുടെ ഭാവി വരെ നീളുന്ന ഒരു ഗംഭീര കഥ. അതെ, ഈ ഒരു വലിയ യാത്രയെ വെറുമൊരു ചരിത്രമായിട്ടല്ല, മറിച്ചൊരു ഗംഭീര സിനിമ പോലെ കാണാനാണ് പറയുന്നത്. അപ്പൊ പിന്നെ ഒട്ടും വൈകണ്ട, നമുക്ക് ആ സിനിമയുടെ ആദ്യത്തെ സീനിലേക്ക് തന്നെ പോകാം, അല്ലേ? അപ്പോ ഇതാണ് നമ്മുടെ കഥയുടെ തുടക്കം, എല്ലാത്തിന്റെയും തുടക്കം. പക്ഷെ ഒരു കാര്യം, ഈ കഥ തുടങ്ങുന്നത് നമ്മുടെ ഭൂമിയിൽ നിന്നല്ല, അതിനും എത്രയോ മുൻപ്, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര വലിയൊരു സൃഷ്ടിയുടെ ആ നിമിഷത്തിൽ നിന്നാണ്. അതെ, ഏകദേശം 1380 കോടി വർഷങ്ങൾക്ക് മുൻപ്. സങ്കൽപ്പിക്കാൻ പറ്റുന്നുണ്ടോ? അന്നാണ് എല്ലാം തുടങ്ങിയത്. ശരിക്കും ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഒരു വലിയ മഹാവിസ്ഫോടനത്തിലൂടെ ഇന്ന് നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം മുഴുവൻ പിറവിയെടുത്തു. നമുക്ക് ചുറ്റുമുള്ള ഓരോന്നിനും ജീവൻ കൊടുത്ത ആ ഒരൊറ്റ നിമിഷം. അവിശ്വസനീയമായ വേഗത്തിലായിരുന്നു അത്. കണ്ണ് ചിമ്മി തുറക്കുന്ന സമയത്തിനുള്ളിൽ ഒരു ചെറിയ ബിന്ദുവിൽ നിന്ന് ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളും ഗാലക്സികളുമൊക്കെയുള്ള ഒരു വലിയ പ്രപഞ്ചം രൂപപ്പെട്ടു. അതായത് നമ്മുടെ കഥയ്ക്കുള്ള സ്റ്റേജ് ഒരുങ്ങുകയായിരുന്നു. പിന്നെ കോടിക്കണക്കിന് വർഷങ്ങളെടുത്തു ആ പ്രപഞ്ചത്തിലെ നക്ഷത്രധൂളികൾ പതിയെ ഒത്തുചേർന്ന് നമ്മുടെയെല്ലാം വീടായ ഈ ഭൂമിയുണ്ടാവാൻ. അപ്പോൾ നമ്മുടെ കഥയുടെ പശ്ചാത്തലമൊക്കെ ഒരുങ്ങി. ഇനി എന്ത് സംഭവിക്കും? അടുത്ത അത്ഭുതം. ആ അത്ഭുതം വിരിയാൻ പോകുന്നത് നമ്മുടെ ഈ കൊച്ചുഗ്രഹത്തിലെ വെള്ളത്തിലായിരുന്നു. കഥയിലെ പുതിയ നായകന്റെ വരവ്. ഒന്ന് നോക്കിക്കേ, കടലിലെ ഒരു കുഞ്ഞു കണികയിൽ നിന്നാണ് ജീവൻ തുടങ്ങുന്നത്. പിന്നെ പതിയെ പതിയെ മത്സ്യങ്ങളും മറ്റു കടൽജീവികളും ഉണ്ടായി. അവിടെ നിന്നും ജീവൻ കരയിലേക്ക് കയറി. ഒടുവിൽ വാനരന്മാരിൽ നിന്ന് പരിണമിച്ച് ചിന്തിക്കുന്ന മനുഷ്യർ, അതായത് ഹോമോസാപ്പിയൻസ്, നമ്മളുണ്ടായി. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ടുനിന്നൊരു യാത്രയായിരുന്നു അത്. ശരിക്കും ആലോചിച്ചാൽ അത്ഭുതം തോന്നും, അല്ലേ? ഇത്രയും വലിയൊരു പ്രപഞ്ചത്തിൽ ചിന്തിക്കാനും പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കാനും കഴിവുള്ള ഒരു ജീവിയുണ്ടാവാൻ ഇത്രയും കാലമെടുത്തു എന്നത്. അപ്പോ മറ്റു മൃഗങ്ങളിൽ നിന്നൊക്കെ നമ്മളെ വ്യത്യസ്തരാക്കിയത് എന്താണ്? നമ്മൾ വെറുതെ ജീവിച്ചു പോവുക മാത്രമല്ലല്ലോ ചെയ്തത്. നമ്മൾ തീ ഉപയോഗിക്കാൻ പഠിച്ചു, യാത്ര ചെയ്യാൻ ചക്രം കണ്ടുപിടിച്ചു, സംസാരിക്കാൻ ഭാഷകളുണ്ടാക്കി, കലയും കൂട്ടായ്മകളും ഒക്കെ സൃഷ്ടിച്ചു. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ നമ്മുടെ ഇഷ്ടത്തിന് മാറ്റി എഴുതാൻ തുടങ്ങി. അങ്ങനെ ഭൂമിയിലെ കാര്യങ്ങളൊക്കെ ഒരുവിധം വരുതിയിലാക്കിയപ്പോ മനുഷ്യൻ പതിയെ മുകളിലേക്ക് നോക്കാൻ തുടങ്ങി, ആകാശത്തേക്ക്, നക്ഷത്രങ്ങളിലേക്ക്. എന്നിട്ട് വലിയ വലിയ ചോദ്യങ്ങൾ സ്വയം ചോദിച്ചു. ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ തേടിയുള്ള യാത്ര പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ ധരിച്ചുവെച്ച പലതിനെയും മാറ്റിമറിച്ചു. അങ്ങനെയുള്ള ഒരു വലിയ ചോദ്യമായിരുന്നു ഇത്. സമയം. അതെല്ലാവർക്കും ഒരുപോലെയാണോ മുന്നോട്ടു പോകുന്നത്? നമുക്ക് തോന്നും അതേയെന്ന്. പക്ഷെ ആൽബർട്ട് ഐൻസ്റ്റൈൻ എന്നു പേരുള്ള ഒരു വലിയ ശാസ്ത്രജ്ഞൻ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല. അദ്ദേഹത്തിന്റെ ആപേക്ഷികതാ സിദ്ധാന്തം പറയുന്നതെന്താണെന്ന് വെച്ചാൽ, ഇതൊന്ന് നോക്കൂ. ഭൂമിയിലുള്ള ആൾക്ക് സാധാരണ പോലെ പ്രായമാകുമ്പോൾ പ്രകാശവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാൾക്ക് സമയം വളരെ പതുക്കെയാണ് പോവുക. അതായത് അയാൾ യാത്ര കഴിഞ്ഞ് ഭൂമിയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരുപക്ഷേ അയാളുടെ ഇരട്ട സഹോദരന് പ്രായമായിട്ടുണ്ടാകും, പക്ഷേ അയാൾക്ക് ചെറുപ്പം മാറിയിട്ടുണ്ടാവില്ല. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ വേഗത കൂടുന്തോറും നിങ്ങൾക്ക് സമയം പതുക്കെയാകും. പ്രപഞ്ചത്തിലെ രഹസ്യങ്ങൾ അവിടെയും തീർന്നില്ല. ശാസ്ത്രം നമുക്കു മുന്നിൽ വേറൊരു ഭീകരനെ കൂടി തുറന്നുകാട്ടി. തമോഗർത്തം അഥവാ ബ്ലാക്ക് ഹോൾ. പ്രകാശത്തെപ്പോലും പുറത്തുവിടാതെ വിഴുങ്ങുന്ന ഒരു ഭീകരൻ. അവിടെ സമയം പോലും നിശ്ചലമായി പോകും. സ്ഥലത്തെയും കാലത്തെയും ഒരുപോലെ വളച്ചൊടിക്കുന്ന പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്ന്. അപ്പോ നമ്മൾ പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ മനസ്സിലാക്കി. അടുത്തതെന്താ? നമ്മൾ ആ ബുദ്ധി ഉപയോഗിച്ച് പുതിയൊരു വിപ്ലവത്തിന് തുടക്കമിട്ടു. ലോഹവും കോഡും ഉപയോഗിച്ച് നമ്മൾ പുതിയൊരു ബുദ്ധിയെ, ഒരു പുതിയ മനസ്സിനെ തന്നെ സൃഷ്ടിക്കാൻ തുടങ്ങി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി. ഒരു കാലത്ത് സിനിമകളിലും കഥകളിലുമൊക്കെ മാത്രം കണ്ടിരുന്ന ഒരു കാര്യം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു. മനുഷ്യന്റെ ഭാഷ മനസ്സിലാക്കാനും പുതിയ കലയും സംഗീതവുമൊക്കെ ഉണ്ടാക്കാനും കാർ ഓടിക്കാനും എന്തിന് നമ്മുടെ പേഴ്സണൽ അസിസ്റ്റന്റായി പ്രവർത്തിക്കാനും കഴിയുന്ന യന്ത്രങ്ങൾ. അവ വെറും ഉപകരണങ്ങൾ മാത്രമല്ല, അവ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും നിർണായകമായൊരു പോയിന്റ്. നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ പുതിയൊരു ബുദ്ധിയെ സൃഷ്ടിച്ചു. സത്യത്തിൽ നമ്മുടെ പരിണാമത്തിലെ ഒരു പുതിയ ഘട്ടമാണിത്. അപ്പോ ചോദ്യം ഇതാണ്, ഈയൊരു അപാരമായ ശക്തി വെച്ച് നമ്മളിനി എന്ത് ചെയ്യാനാണ് പോകുന്നത്? അതിനുള്ള ഉത്തരം ഒരുപക്ഷെ വീണ്ടും മുകളിലേക്ക് നോക്കുന്നതിലാണ്, നക്ഷത്രങ്ങളിലേക്ക്. പക്ഷെ ഇത്തവണ വെറും കൗതുകം കൊണ്ടല്ല,
അവിടേക്ക് യാത്ര ചെയ്യുക എന്ന ഉറച്ച തീരുമാനത്തോടെ. നമ്മുടെ കഥയിലെ അടുത്ത വലിയ അധ്യായം തുടങ്ങുന്നത് അവിടെയാണ്. നമുക്ക് ഭാവിയിലേക്ക് ഒന്ന് യാത്ര ചെയ്താലോ? സങ്കൽപ്പിക്കുക, വർഷം 2070. അപ്പോഴേക്കും ഭൂമി നമ്മുടെ ഒരേയൊരു വീടായിരിക്കില്ല. മനുഷ്യർ ചന്ദ്രനിലും ചൊവ്വയിലുമൊക്കെ കോളനികൾ സ്ഥാപിച്ചിട്ടുണ്ടാവും. നമ്മുടെ അടുത്ത ലക്ഷ്യം മറ്റ് നക്ഷത്രങ്ങൾക്ക് ചുറ്റുമുള്ള പുതിയ ഗ്രഹങ്ങളായിരിക്കും. പക്ഷേ അങ്ങനെയൊരു യാത്ര സാധ്യമാണോ? പ്രകാശവർഷങ്ങൾ ദൂരെയുള്ള ഒരിടത്തേക്ക് എങ്ങനെയാണെത്തുക? അതിന് സാധാരണ സാങ്കേതിക വിദ്യകളൊന്നും പോരാ. സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ചില കാര്യങ്ങൾ വേണ്ടിവരും. അതായത് ക്വാണ്ടം ഫിസിക്സ് ഉപയോഗിച്ച് ബഹിരാകാശത്ത് തുരങ്കങ്ങൾ അഥവാ വേം ഹോളുകൾ ഉണ്ടാക്കുക. പിന്നെ ഒരു ക്വാണ്ടം ഡ്രൈവ് ഉപയോഗിച്ച് ആ തുരങ്കത്തിലൂടെ പ്രകാശത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുക. അങ്ങനെയാണെങ്കിൽ എത്ര ദൂരെയുള്ള ലക്ഷ്യസ്ഥാനത്തും നിമിഷങ്ങൾക്കുള്ളിലെത്താം. അങ്ങനെ എത്തുന്ന പുതിയ ലോകങ്ങൾ എങ്ങനെയുള്ളതായിരിക്കും? ഒരുപക്ഷെ അവിടെ ആകാശം ചുവന്ന നിറത്തിലായിരിക്കാം. അല്ലെങ്കിൽ ആകാശത്ത് 2 സൂര്യന്മാരുദിക്കുന്നുണ്ടാവാം. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരം ജീവികളും അവിടെയുണ്ടാകാം. അപ്പോ ഈ യാത്ര വെറുമൊരു യാത്രയല്ല, പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും നമ്മളിതുവരെ നേരിട്ടിട്ടില്ലാത്ത വെല്ലുവിളികളെയും അത്ഭുതങ്ങളെയും അഭിമുഖീകരിക്കാനുമുള്ള ഒരവസരം കൂടിയാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഭൂമിയുടെ മക്കൾ എന്ന നിലയിൽ നിന്ന് പ്രപഞ്ചത്തിന്റെ പൗരന്മാരായി മാറുകയാണ്. ഒരു മഹാവിസ്ഫോടനത്തിലെ ഒരു ചെറിയ തീപ്പൊരിയിൽ നിന്ന് തുടങ്ങിയ നമ്മുടെ ഈ യാത്ര നമ്മളെ ഒരു യഥാർത്ഥ കോസ്മിക് സ്പീഷീസാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പോ നമ്മുടെ ഈ വലിയ കഥ ഇവിടെ തീരുന്നില്ല. സത്യത്തിൽ ഇത് ഒരു പുതിയ തുടക്കമാണ്. നമ്മളീ പുതിയൊരു ലോകത്തിന്റെ വാതിൽക്കൽ നിൽക്കുമ്പോ ഒരൊറ്റ ചോദ്യം മാത്രം ബാക്കിയാവുന്നു. ഈ മഹത്തായ ഇതിഹാസത്തിന്റെ അടുത്ത അധ്യായം അതാരായിരിക്കും എഴുതുക?